പൊതുവേ നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ ജനങ്ങളും ഭഗവാൻ നാരായണൻ്റെ അവതാരമായിട്ടാണ് എല്ലാ അവതാരങ്ങളെയും കാണുന്നത്. അതിൽ ശരിയാണോ എന്ന് വെച്ചാൽ ശരിയാണ്, കംപ്ലീറ്റ് ശരിയാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം ഭഗവാൻ വ്യത്യസ്ത രൂപങ്ങളെടുക്കുന്നു. ആ ഭഗവാൻ ആരാണെന്ന് ബ്രഹ്മസംഹിതയിലും ഭഗവത്ഗീതയിലും പറയുന്നു. ഭഗവാൻ വിശ്വരൂപം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് കാണിച്ചിരിക്കുന്നത്. ദശാവതാര സ്തോത്രത്തിലൂടെയും ഭഗവാന്റെ വ്യക്തിത്വം എന്താണെന്ന് ജയദേവ കവികൾ പറയുന്നു. അന്നേരം ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്, ഭാഗവത്തിലും പറയുന്നുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ഭാഗവത്തിൽ പറയുന്നു. ബ്രഹ്മസംഹിതയിൽ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്നും പറയുന്നു. പരമോന്നത ഈശ്വരനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. അന്നേരം ഇത് നമ്മുടെ ഊഹാഭോഗങ്ങൾ കൊണ്ട് പറയുന്നതല്ല, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പല പല ആധികാരികമായിട്ടുള്ള വൈഷ്ണവ സമ്പ്രദായത്തിലും നാരായണനെ തന്നെയാണ് പരമോന്നതനായിട്ട് കാണുന്നത്. നാരായണനും കൃഷ്ണനുമായിട്ട് വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. ഭഗവാൻ വൈകുണ്ഠത്തിൽ നാരായണ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതുകൂടാതെ നരന്മാർ എല്ലാവരും ആരെയാണോ ആശ്രയിക്കുന്ന ആ വ്യക്തിയെ നാരായണൻ എന്നും പറയുന്നുണ്ട്. നരന്മാരെല്ലാവരും ഏത് ജലത്തെയാണോ ആശ്രയിക്കുന്നത് ആ ജലത്തിൽ ശയനം ചെയ്യുന്ന വ്യക്തി നാരായണൻ എന്നും പറയുന്നുണ്ട്. അന്നേരം പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നാരായണൻ എന്ന് ഉദ്ദേശിക്കുന്നത് വിഷ്ണുവിനെ തന്നെയാണ്. പക്ഷേ ആദി നാരായണനായിട്ട് നമ്മൾ അറിയേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഇവിടെ നാരായണനെ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കാണുന്നതല്ല. ഇത് ഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഭഗവാൻ കൃഷ്ണൻ ആദി പുരുഷൻ എപ്പോഴും ഗോലോക വൃന്ദാവനത്തിൽ ഓടക്കുള്ളും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. പക്ഷെ അതേ ഭഗവാൻ തന്നെ ഈ സൃഷ്ടിയുടെ പരിപാലനം ചെയ്യാൻ വേണ്ടി ശംഖചക്ര ഗദാപത്മത്തോടുകൂടി ഈ ലോകത്തിൽ വരികയാണ്. വൈകുണ്ഠത്തിലും ഭഗവാൻ നാരായണനായിട്ട് ലക്ഷ്മി സമേതനായിട്ട് എല്ലാ വിഷ്ണുദൂതന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ വ്യത്യസ്ത ഒരു രൂപമാണ് നാരായണൻ. വൈകുണ്ഠത്തിലും അതുകൂടാതെ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലനത്തിനും വേണ്ടി ഭഗവാൻ എടുക്കുന്ന രൂപമാണ് വിഷ്ണു രൂപം. പൊതുവെ നമ്മുടെ നാട്ടിൽ പല പല ഭഗവാന്റെ അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴും ഭഗവാനെ നമ്മൾ നാരായണ എന്ന് വിളിക്കും, കൃഷ്ണ എന്ന് വിളിക്കും, വാസുദേവ എന്ന് വിളിക്കും, നരസിംഹ എന്ന് പ്രാർത്ഥിക്കും, രാമ എന്ന് വിളിക്കും. അവിടെ വിഗ്രഹം എപ്പോഴും ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയുള്ള രൂപമായിരിക്കും. ചില സമയത്ത് അവിടെ മഹാവിഷ്ണു എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, മഹാവിഷ്ണു എന്നൊക്കെ. അന്നേരം നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത വ്യക്തികളുടെ ഉള്ളിലും വ്യത്യസ്ത രീതിയിലാണ് ഭഗവാനെ കാണുന്നത്. ഇതെല്ലാം വ്യത്യസ്ത രൂപങ്ങളാണെങ്കിലും ഒരേ ആൾ തന്നെയാണ് ഭഗവാൻ. അതിന്റെ അർത്ഥം എല്ലാ ദേവീദേവന്മാരും ഭഗവാനും ഒന്നാണ് എന്നല്ല. മറ്റ് ദേവീദേവന്മാരെല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നു. ഭഗവാന്റെ ശക്തിയാണ് ദേവീ സ്വരൂപം എന്ന് പറയുന്നത്. 33 ദേവന്മാരും ഭഗവാന്റെ വ്യത്യസ്ത ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷേ വിഷ്ണു തത്വം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അതായത് ഭഗവാൻ തന്നെ, ഭഗവാന്റെ അതേ ശക്തികൾ തന്നെ ആ ഓരോ വിഷ്ണു തത്വങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഈ വിഷ്ണു തത്വങ്ങളെല്ലാം വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ എല്ലാം സ്രോതസ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിൽ എല്ലാ അവതാരങ്ങളും ഉണ്ടെന്ന്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിൽ നരസിംഹമുണ്ട്, വാമനമൂർത്തിയുണ്ട്, വരാഹമുണ്ട്,
ശ്രീരാമസ്വാമിയുണ്ട്, പരശുരാമനുണ്ട്. എല്ലാ അവതാരങ്ങളും, എന്തിനേറെ പറയുന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിവകകളും ഭഗവാന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാനിൽ നിന്നൊന്നും അതൊന്നും കുറയുന്നില്ല.